ഹായ് ഹലോ, എല്ലാവർക്കും കേരള കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു കർക്കിടക കഞ്ഞിയാണ് വെക്കാൻ പോകുന്നത്. കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ്. അതിനു വേണ്ടിയിട്ട് ചെറുപയറാണ് ആദ്യം എടുത്തേക്കുന്നത്. എത്ര പേരാണോ കഞ്ഞി കുടിക്കുന്നത് അതിനനുസരിച്ച് അളവ് നമ്മൾ ചേഞ്ച് ചെയ്തെടുക്കണം. പിന്നെ ഉലുവയാണ് ഞാൻ എടുത്തേക്കുന്നത്. 1 സ്പൂണോളം ഉലുവയുണ്ട്. കുഞ്ഞിന് കൊടുക്കുന്നത് കൊണ്ട് ഉലുവയുടെ അളവ് കുറച്ചേക്കുവാണ്. പിന്നെ അടുത്തത് ആശാളി, അത് 1 സ്പൂണോളം ആശാളിയുണ്ട്. അടുത്തത് ജീരകമാണ്. ജീരകം നമുക്ക് 1 സ്പൂണ് 1.5 സ്പൂണോളം ചേർക്കാം. ജീരകം കഴിക്കുന്നത് വയറിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ ഗ്യാസ് ഫോർമേഷൻ എല്ലാം കുറയും. പിന്നെ അടുത്തതായിട്ട് എടുക്കുന്നത് മുതിരയാണ്. ഞാൻ ചെറുപയറും മുതിരയും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തത് മരുന്ന് പൊടിയാണ്. അത് അങ്ങാടിക്കടയിൽ നിന്ന് നമ്മൾ ഈ കഞ്ഞിക്ക് വേണ്ടിയിട്ട് പറഞ്ഞ് മേടിച്ചതാണ്. അതുപോലെ തന്നെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അറിയാവുന്ന കടയിൽ നിന്ന് പരമാവധി മേടിക്കുക. പിന്നെ അടുത്തത് ഞവര അരിയാണ്. ഞവരയുടെ ഗുണത്തെപ്പറ്റി കൂടുതൽ പറയണ്ടല്ലോ. ഞവര ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. ഇനി ഈ ഞവര അരിയിലേക്ക് ഞാൻ ഇതെല്ലാം ഒന്നിച്ച് ചേർത്താണ് കഴുകിയെടുക്കുന്നത്. സെപ്പറേറ്റ് കഴുകിയെടുക്കുന്നില്ല. ഈ പയറും മുതിരയും ആശാളിയും ഉലുവയും ജീരകവും ഞാൻ ഒന്നിച്ചിട്ട് ഒരു 2-3 പ്രാവശ്യം വൃത്തിയായിട്ട് ഞാൻ കഴുകിയെടുക്കും. ഞാനിത് കുക്കറിലാണ് വെക്കാൻ പോകുന്നത്. മഴക്കാലത്ത് നമ്മൾ ഈ കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ രോഗപ്രതിരോധ ശക്തി കൂടും. അതുപോലെ തന്നെ നമ്മൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. അതുകൊണ്ട് പരമാവധി എല്ലാവരും ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം കൂടി ഞാൻ ഇനി നന്നായി കഴുകി കുക്കറിലേക്ക് ഇടുവാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചേർക്കണം. അത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടാനുസരണം എന്തുമാത്രം വെള്ളമാണോ വേണ്ടത് അത് ഒഴിക്കുക. ഞാൻ ആദ്യം തന്നെ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം വെന്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ ചെയ്യുക. കുക്കർ അടച്ചിട്ട് ഒരു 5 വിസിൽ. ആ സമയത്ത് നമുക്ക് അതിന് വേണ്ട അരപ്പ് റെഡിയാക്കിയെടുക്കാം. ഒരു വലിയ തേങ്ങയുടെ പകുതി തേങ്ങ ചിരണ്ടി എടുക്കുക. അതിൽ നിന്നും ഒരു കൈപ്പിടി തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ട് അതിലേക്ക് ഒരു 5 ചുവന്നുള്ളി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക. ഇനി കുക്കർ തുറന്ന് നോക്കാം. നമ്മുടെ കഞ്ഞി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് അതിലേക്ക് ചേർക്കാം. അരപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കുക. ഈ സമയത്ത് നമ്മൾക്ക് എന്തുമാത്രം ഉപ്പാണ് ആവശ്യം അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറവ് തോന്നി ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തു. ഞാനൊരു സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അത് വീട്ടിൽ പൊടിച്ചതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇത് നല്ലതായിട്ട് തിളപ്പിക്കുക. തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഈ മരുന്ന് പൊടിച്ചത് 1 സ്പൂൺ ചേർക്കുക. 3, 5, 7, 9 ഈ കണക്കിലാണ് നമ്മൾ ഈ കഞ്ഞി ഉണ്ടാക്കി കഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് എത്ര ദിവസം വേണോ അത് പറയുകയാണെങ്കിൽ അവരതിനനുസരിച്ചുള്ള പൊടിയും ഈ കൂട്ടും എടുത്ത് തരുന്നതാണ്. നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് കുറച്ച് തേങ്ങ കൂടി ചിരണ്ടിയത് ചേർക്കാം. നമ്മൾ അരമുറിച്ച് ചിരണ്ടി എടുത്ത തേങ്ങയുടെ ബാലൻസാണിത്. ആ തേങ്ങയോടെ ചേർത്ത് നമ്മൾ ഈ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് എന്തുമാത്രം വെള്ളം വേണം അതനുസരിച്ച് അത് വെള്ളം പറ്റിച്ചെടുക്കാൻ നോക്കുക. അപ്പം നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ മഴക്കാലത്ത് ഈ കഞ്ഞി ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. നമ്മൾക്ക് നമ്മുടെ ആരോഗ്യമാണല്ലോ പ്രധാനം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.